റാന്നിയിലെ പുതിയ ബൈപ്പാസ് റോഡ്, പാലം എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. പുതിയ റാന്നി പാലം മലയോര മേഖലയിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷനായി ഇതുവരെ 50,000 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് രണ്ടാം പിണറായി സർക്കാർ നൽകിയതായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. റാന്നി പുതിയ ബൈപ്പാസ് റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണോദ്ഘാടനം റാന്നി പെരുമ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും 54,000 കോടി രൂപ ക്ഷേമ പെൻഷനായി ജനങ്ങളുടെ കയ്യിലെത്തും. സാമൂഹിക സുരക്ഷാ പെൻഷനും സ്ത്രീ സുരക്ഷാ പദ്ധതിയും യുവാക്കളുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുമെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി നടപ്പാക്കുന്ന സർക്കാരാണിത്. 1,900 കോടി രൂപ ശബരി റെയിൽ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചു. ശബരിമല തീർത്ഥാടകർക്കും വിവിധ ജില്ലകൾക്കും ഗുണകരമായ പദ്ധതി പൂർത്തിയാക്കാനാണ് തീരുമാനം. റാന്നി പാലം മലയോര മേഖലയിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. റാന്നിയെ സംബന്ധിച്ച് വളരെ വലിയൊരു വികസന കുതിച്ചുചാട്ടത്തിന്റെ ഭാഗമാണ് ഇവിടെ പുതുതായിട്ട് നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന പാലം. ആ പാലം സാധാരണ ഒരു പാലത്തിന് വേണ്ടതിനേക്കാളും ഇരട്ടി തുകയായിട്ടാണ് ഇപ്പോൾ ചെലവാകുന്നത്. അത് സ്ഥലമെടുപ്പ് കൂടി ചേർത്താണ്. 42 കോടി എന്ന് പറയുന്നത് നല്ല തുകയാണ്. അത് സ്ഥലമെടുക്കുകയും കൂടി വരുമ്പോൾ ഈ 14-15 കോടി രൂപ ഭൂമിക്ക് വേണ്ടി വരുന്നു എന്ന് പറയുന്നതോടെ വന്ന ഒരു ചെലവാണ്. അത് വരുമ്പോൾ റാന്നി നമ്മുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് എന്നുള്ളത് നമുക്കറിയാം. അതിന് കൂടുതൽ വികസന കാര്യങ്ങൾ വരും എന്ന് മാത്രമല്ല, നമ്മൾ കിഴക്ക്, പടിഞ്ഞാറ്, ഇടനാട് എന്നൊക്കെയുള്ള വ്യത്യാസങ്ങൾക്ക് അറുതി വരുന്ന തരത്തിലേക്കുള്ള വലിയ തീരുമാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ വികസന രംഗത്ത് വരുന്നത്. പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ സംസ്ഥാനം വലിയ കുതിപ്പിലാണെന്ന് മുഖ്യ സന്ദേശത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓർമ്മിപ്പിച്ചു. ജനങ്ങൾ അനുഭവിച്ചറിയുന്ന വികസനമാണ് നടക്കുന്നത്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMBC ആക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ 64% പൂർത്തിയാക്കി. കേരളത്തിന്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന മലയോര ഹൈവേ പദ്ധതി പുരോഗമിക്കുന്നു. തുരങ്കപാത എന്ന സ്വപ്നത്തിലേക്ക് കടന്നു. 35,000 കോടി രൂപ റോഡ് നവീകരണത്തിന് നൽകി. 150 പാലങ്ങൾ പൂർത്തിയാക്കി. കിഫ്ബിയിലൂടെ 528 പദ്ധതികൾക്ക് 46,145 കോടി രൂപ പൊതുമരാമത്ത് നിർമ്മാണത്തിന് ലഭിച്ചതായും മന്ത്രി അറിയിച്ചു. റാന്നി പാലം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി പുത്തൻപറമ്പിൽ, മേഴ്സി പാണ്ഡിയത്ത്, KRFP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിബി സുഭാഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PM മീര, ജനപ്രതിനിധികളായ ജോജോ കോവൂർ, ജോർജ് എബ്രഹാം, പ്രശാന്ത് മോളിക്കൽ, എബ്രഹാം കുളമട, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി.